ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ മാനേജ്മെൻറ്റ് ഓഫ് കമ്പനീസ് എന്നൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. Appointment of directors. The directors are the brain of a company. They occupy a very important position in the structure of the company. Only individuals can be appointed as directors. Legally, no firm or association or company can be appointed as director. ഒരു കമ്പനിയെ സംബന്ധിച്ച് ഡയറക്ടർ എന്ന് പറയുന്നത് കമ്പനിയുടെ ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനീനെ സംബന്ധിച്ച് അവരുടെ സ്ട്രക്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പൊസിഷൻ തന്നെ ഡയറക്ടർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽസിന് മാത്രമേ ഒരു കമ്പനിയിൽ ഡയറക്ടർ ആവാൻ പറ്റുള്ളൂ. ഒരു ഫേമിനോ അല്ലെങ്കിൽ ഒരു അസോസിയേഷനോ ഒന്നും കമ്പനീസിലെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനി ഇൻഡിവിജ്വൽ ഹു ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് അണ്ടർ സെക്ഷൻ 164 of the Companies Act may be appointed as a director of a company. ഇനി ഈ ഡയറക്ടർ ഓഫ് എ കമ്പനീസിനെ എങ്ങനെയൊക്കെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? താഴെ പറയുന്ന രീതികളിലാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് രണ്ട് രീതിയിലാണ്: ബൈ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി ആൻഡ് സെക്കൻഡ് വൺ ബൈ ദി സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആരാണെന്ന് നോക്കാം. The first directors are generally nominated by the promoters of the company and their names are mentioned in the articles of association of the company. ഫസ്റ്റ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സ് മെൻഷൻ ചെയ്യുന്ന പേരുകളിലുള്ള ആൾക്കാരായിരിക്കും ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് കമ്പനി തുടങ്ങുമ്പോൾ തന്നെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണോ പേരുകൾ സജസ്റ്റ് ചെയ്ത് അവരായിരിക്കും ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇഫ് ദി ആർട്ടിക്കിൾസ് ആർ സൈലൻറ്റ് അബൌട്ട് ദി ഫസ്റ്റ് ഡയറക്ടേഴ്സ്, ദ സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മറാൻഡം who are individuals shall be deemed to be the first director of the company subject to the regulation of the company's article. ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഡയറക്ടർ ആരാണെന്ന് അവർക്ക് മെമ്മറാൻഡത്തിൽ പറയാം. അപ്പോൾ കമ്പനിയിലെ റെഗുലേഷൻസിനെ, അതുപോലെ കമ്പനിയിലെ ആർട്ടിക്കിൾസിൻ്റെ റെഗുലേഷൻസിനനുസരിച്ചിട്ടാണ് ഫസ്റ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്ന പ്രൊമോട്ടർ ഫസ്റ്റായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ കമ്പനിയിലെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരെ കുറിച്ചിട്ട് മെമ്മറാൻഡത്തിൽ പറയുകയാണെങ്കിൽ അവരെ മെമ്മറാൻഡത്തിൽ ഡയറക്ടേഴ്സിന് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡായിട്ട് പറയുകയാണെങ്കിൽ ദേ ഷാൾ ഹോൾഡ് ഓഫീസ് അൺടിൽ ദി ഡയറക്ടേഴ്സ് ആർ ഡ്യൂലി അപ്പോയിൻറ്റഡ് ഇൻ ദി ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇവരെന്ത് ചെയ്യും? കമ്പനിയിലെ ഓഫീസിലെ ഡയറക്ടറായിട്ട് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിലാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. In the case of one person company, an individual being member shall be deemed to be the first director until the director or directors are duly appointed by the number in accordance with the provisions of section 152. സെക്ഷൻ 152 പ്രകാരം ഈ വൺ പേഴ്സൺ കമ്പനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആ വൺ പേഴ്സൺ അയാൾ തന്നെ ആയിരിക്കും ഫസ്റ്റ് ഡയറക്ടർ. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടേഴ്സ് രണ്ട് രീതിയിലാണ്: ബൈ ആർട്ടിക്കിൾസിൽ പറയുന്ന പ്രകാരവും അപ്പോയിൻറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ. മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കും, അവർക്കും ഫസ്റ്റ് ഡയറക്ടറായിട്ട് സജസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ അപ്പോയിൻമെൻ്റ് ആണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ്. ഈ ഒരു അപ്പോയിൻമെൻറ്റിൽ ബൈ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് വരുന്നുണ്ട്, അതുപോലെ ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബൈ ദി തേർഡ് പാർട്ടീസ്, ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, ബൈ ദി ട്രൈബ്യൂണൽ. ഫസ്റ്റ് എടുക്കുകയാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് സബ്സീക്വൻറ്റ് ഡയറക്ടേഴ്സ്, അതിൽ വരുന്നതാണ് ബൈ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഡയറക്ടേഴ്സ് മസ്റ്റ് ബി അപ്പോയിൻറ്റഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദി ജനറൽ മീറ്റിംഗ്. ഹൗവർ ബിഫോർ സച്ച് അപ്പോയിൻമെൻറ്റ് ക്യാൻ ബി മെയ്ഡ്, the members must be informed by either mail or through postal communication at least 7 days before the meeting about the candidates of the person as a new director. ഈ ഒരു കേസിൽ അപ്പോയിൻമെൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ജനറൽ മീറ്റിങ്ങിലായിരിക്കും. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ജനറൽ മീറ്റിങ്ങിലായിരിക്കും ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ അപ്പോയിൻമെൻറ്റ് നടത്തിയതിന് ശേഷം ഈ മെമ്പേഴ്സിനെ, ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ആൾക്കാരെ ഒന്നെങ്കിൽ മെയിൽ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റൽ കമ്മ്യൂണിക്കേഷൻ വഴിയോ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ അറിയിക്കണം. ഇയാളാണ് പുതിയ ഡയറക്ടർ, ന്യൂ ഡയറക്ടർ ആണെന്ന് പറഞ്ഞിട്ട് അറിയിക്കണം.
അതിനുശേഷം ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇവർക്ക് കൊടുക്കണം. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ ഓഫ് എ കമ്പനിയിലെ അപ്പോയിൻമെൻറ്റിൻ്റെ ടൈമിൽ ഇവരെന്ത് ചെയ്യണം, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും പ്രൊവൈഡ് ചെയ്യണം. അതൊരു കമ്പൽസറി ആണ്. എവറി പേഴ്സൺ പ്രൊപ്പോസ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ബൈ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് ഓർ അതർവൈസ് ഷാൾ furnish his director identification number and a declaration that he is not disqualified to become a director under this act. അതിനുശേഷം എല്ലാ പേഴ്സൺസും ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന എല്ലാ പേഴ്സൺസും ജനറൽ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വഴിയോ അവർ ഈ ഒരു ആക്ട് പ്രകാരം ഡയറക്ടറായിട്ട് ഇരിക്കാൻ ക്വാളിഫൈഡ് ആണെന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ അവരെന്ത് ചെയ്യണം, ഈ ഒരു ജനറൽ മീറ്റിങ്ങിൽ തന്നെ വെരിഫൈ ചെയ്യണം, ഫർണിഷ് ചെയ്യണം. അതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദി കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ്. രണ്ടാമത് വരുന്നതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദി ബോർഡ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദി ബോർഡ് ക്യാൻ അപ്പോയിൻറ്റ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ ബോർഡ് പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഈ താഴെ പറയുന്ന ഈ ഡയറക്ടേഴ്സിനെയാണ് ബൈ ബോർഡിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡയറക്ടറാണ് അഡീഷണൽ ഡയറക്ടർ. സെക്ഷൻ 161 സബ്സെക്ഷൻ 1 പ്രകാരം അഡീഷണൽ ഡയറക്ടറെ ഫസ്റ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. അഡീഷണൽ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ അപ്പോയിൻറ്റ് അഡീഷണൽ ഡയറക്ടേഴ്സ് ബേസ്ഡ് ഓൺ ദി പവർ കോൺഫേർഡ് ഓൺ ദം by the articles of association. This may be a person other than a person who fails to get appointed as a director in a general meeting. ഈ അഡീഷണൽ ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇവരെങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വഴി, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞ പ്രകാരമായിരിക്കും അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. ഇവർക്ക് ജനറൽ മീറ്റിങ്ങിൽ അപ്പോയിൻറ്റ്മെൻറ്റ് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവർ ആ ഒരു അപ്പോയിൻമെൻറ്റിലെ ജനറൽ മീറ്റിങ്ങിൽ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവരതിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആർട്ടിക്കിൾസ് വഴി അപ്പോയിൻമെൻറ്റ് നടത്താം. അങ്ങനത്തെ ഡയറക്ടേഴ്സിനാണ് അഡീഷണൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹി ഷാൾ ഹോൾഡ് ഓഫീസ് അപ് ടു ദി ഡേറ്റ് ഓഫ് ദി നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓർ the last date on which the annual general meeting should have been held, whichever is earlier. ഇവർക്ക് എന്ത് ചെയ്യാം, ഓഫീസ് ഹെൽഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ്, ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ എന്നാണ് ഇയാൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അതിൽ ഏതാണ് ആദ്യം വരുന്നത് വെച്ചാൽ ആ ഒരു ഡേറ്റ് പ്രകാരം ഇവർക്ക് ഓഫീസ് ഹോൾഡ് ചെയ്യാം. അതാണ് അഡീഷണൽ ഡയറക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ആൾട്ടർനേറ്റ് ഡയറക്ടർ. സെക്ഷൻ 161(2) സബ്സെക്ഷൻ 2. Alternate director may be appointed by the company if the articles confer such a power or by resolution passed by the company in general meeting. ഈ ആൾട്ടർനേറ്റ് ഡയറക്ടറിയും ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് ശേഷമാണ് ആൾട്ടർനേറ്റ് ഡയറക്ടറെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് ആർട്ടിക്കിൾസ് പ്രകാരം. An alternate director is appointed in place of a director during his absence for a period of not less than 3 months from India. അതായത് ഒറിജിനൽ ഡയറക്ടറിൻ്റെ അഭാവത്തിലാണ് ആൾട്ടർനേറ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതായത് 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ആൾട്ടർനേറ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡയറക്ടേഴ്സ് ഇൻ എ കാഷ്വൽ വേക്കൻസി. 161(4). ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഡയറക്ടർ ഒന്നെങ്കിൽ മരണപ്പെടുക അല്ലെങ്കിൽ റെസിഗ്നേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് കാഷ്വൽ വേക്കൻസി വരും. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സാണ് ഡയറക്ടേഴ്സ് ഇൻ എ കാഷ്വൽ വേക്കൻസി എന്ന് പറയുന്നത്. അത് സെക്ഷൻ 161(4) പ്രകാരമാണ് ഈ ഒരു ഡയറക്ടേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. In the case of a public company, if the office of any director appointed by the company in general meeting is vacated before his term of office will expire in the normal course, the resulting casual vacancy may subject to any regulations in the articles of the company be filled by board of directors at a meeting of the board. അതായത് ഇവർക്ക് പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഈ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത സമയത്തിൻ്റെ മുമ്പായിട്ട് അയാൾ ഒന്നെങ്കിൽ മരണപ്പെടുക അല്ലെങ്കിൽ റെസിഗ്നേഷനൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ വേക്കൻസി വരും. അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഉള്ള ഡയറക്ടേഴ്സാണ് ഡയറക്ടേഴ്സ് ഇൻ എ കാഷ്വൽ വേക്കൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ നോമിനി ഡയറക്ടേഴ്സ് എന്നും പറയും. ഇത് സെക്ഷൻ 161 സബ് സെക്ഷൻ 3 പ്രകാരമാണ്
എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ പ്രകാരം അക്കോർഡിംഗ് ടു സെക്ഷൻ 161(3) സബ്ജക്റ്റ് ടു ദി ആർട്ടിക്കിൾസ് ഓഫ് എ കമ്പനി ദ ബോർഡ് മേ അപ്പോയിൻറ്റ് എനി പേഴ്സൺ ആസ് എ ഡയറക്ടർ നോമിനേറ്റഡ് ബൈ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ pursuance of the provisions of any law for the time being in force or any agreement or by the central government or state government by virtue of its shareholding in a government company. ഇതും ആർട്ടിക്കിൾസ് പ്രകാരമാണ് അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. ദ ബോർഡാണ് ഇവിടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. ഇത് ബോർഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ബോർഡാണ് ഇവിടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. ഇവിടെ ഒന്നെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നോമിനേറ്റ് ചെയ്യുന്ന ആളായിരിക്കാം ഡയറക്ടർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമപ്രകാരം പ്രൊവിഷൻസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ അപ്രൂവ് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡറൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു തേർഡ് പാർട്ടീനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക, നോമിനി ആയിട്ട് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് നോമിനി ഡയറക്ടർ, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ തേർഡ് പാർട്ടീസ്. നെക്സ്റ്റ് വരുന്നതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. സെക്ഷൻ 163. ഈ സെക്ഷൻ പ്രകാരം പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ generally directors of a company are appointed by a simple majority of directors, and the minority of shareholders may find even a single director on the board. Section 163 of the Act provides an option to companies to appoint directors by way of proportional representation. അതായത് ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന്, അവരുടെ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ഒരു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, അവരെ ഒരു പ്രൊപ്പോർഷനായിട്ട് അവർക്ക് ഒരു പേര് സജസ്റ്റ് ചെയ്യാം. അങ്ങനെ അവർ സജസ്റ്റ് ചെയ്തിട്ട് വോട്ടെടുത്തിട്ട് ആ ഒരു ഒപ്പീനിയൻ പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. The articles of the company may provide for the appointment of not less than 2/3 of the total number of directors of a company according to the principles of proportional representation. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം ഒരു കമ്പനിയിലെ ടോട്ടൽ ഡയറക്ടേഴ്സിൻ്റെ 2/3 ഭാഗം കുറയാതെ അവർക്ക് എന്ത് ചെയ്യാം, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഡയറക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് നടത്താം. നെക്സ്റ്റ് വരുന്നതാണ് അപ്പോയിൻമെൻറ്റ് ബൈ ട്രൈബ്യൂണൽ. സെക്ഷൻ 242. ഈ ഒരു അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് ട്രൈബ്യൂണലായിരിക്കും അപ്പോയിൻമെൻറ്റ് നടത്തുക. ഇവരെ ഡയറക്ടേഴ്സിനെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് ട്രൈബ്യൂണലായിരിക്കും. എനി മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ഹു കംപ്ലൈൻസ് ദാറ്റ് ദ അഫയേഴ്സ് ഓഫ് ദി കമ്പനി ഹാവ് ബീൻ കണ്ടക്റ്റഡ് ഇൻ എ മാനർ prejudicial to public interest or in a manner prejudicial or opposite to him or any other member or members in a manner prejudicial to the interest of the company or the company's business that has been running in a manner which is likely to cause serious damage to interest of the trade, industry or business, and the business of the company is conducted to defraud the creditors or members of the company. The tribunal may appoint such a number of directors as പേഴ്സൺസ് ആർ ഡയറക്ടേഴ്സ്. അതായത് ട്രൈബ്യൂണൽ പ്രകാരം പബ്ലിക് ഇൻട്രസ്റ്റിനോ അല്ലെങ്കിൽ ട്രേഡിനൊക്കെ എന്തെങ്കിലും ഒക്കെ തെറ്റായ രീതിയിൽ ആരെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഡയറക്ടേഴ്സിനെ ഒഴിവാക്കിയിട്ട് ട്രൈബ്യൂണൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സാണ് അപ്പോയിൻമെൻറ്റ് ബൈ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കേസസാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് വുമൺ ഡയറക്ടർ. സെക്ഷൻ 149 സബ്സെഷൻ 1. According to Rule 3 of the Companies Act, Companies Rules 2014, the following class of companies shall at least one woman director. Rule 3 പ്രകാരം, Companies Rule 2014 Rule 3 പ്രകാരം അറ്റ്ലീസ്റ്റ് വൺ ഡയറക്ടർ, വുമൺ ഡയറക്ടറായിട്ട് ഈ താഴെ പറയുന്ന കമ്പനീസിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അത് ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നതാണ് എവരി ലിസ്റ്റഡ് കമ്പനി. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതൊരു കമ്പനിക്കും ഒരു ഡയറക്ടറെ വുമൺ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് പറയുന്നതാണ് എവരി അതർ പബ്ലിക് കമ്പനി ഹാവിങ് ആസ് ഓൺ ദി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ലേറ്റസ്റ്റ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 100 crore rupees ഓർ മോർ. അതായത് ഏതൊരു കമ്പനിക്ക് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 100 കോടിയിൽ കൂടുതലാണെങ്കിൽ. രണ്ടാമത് അല്ലെങ്കിൽ ടേൺ ഓവർ 300 crores rupees ഓർ മോർ. ടേൺ ഓവർ 300 കോടിയിൽ കൂടുതലാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഒരു ഡയറക്ടറെ വുമൺ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് വുമൺ ഡയറക്ടറിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ.
According to section 149(4), every listed public company shall have at least one-third of the total number of directors as independent directors, and the central government may prescribe the minimum number of independent directors in case of any class or classes of public companies. അതായത് സെക്ഷൻ 149(4) പ്രകാരം ഏതൊരു ലിസ്റ്റഡ് കമ്പനിക്കും അറ്റ്ലീസ്റ്റ് 1/3 അവരുടെ ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ 1/3 ഭാഗം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. ഇനി റൂൾ 4 പറയുന്നുണ്ട്, കമ്പനീസ് റൂൾ 2014 റൂൾ 4 പറയുന്നുണ്ട്, ഫോളോയിങ് ക്ലാസ് ഓഫ് ഷെയർസിനാണ് അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സിനെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് ദ പബ്ലിക് കമ്പനീസ് ഹാവിങ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 crore rupees ഓർ മോർ. പബ്ലിക് കമ്പനീസിലെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, അവരുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 കോടിയിൽ കൂടുതലാവുകയാണെങ്കിൽ അവർക്ക് 2 ഡയറക്ടറെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കേസാണെങ്കിൽ ദ പബ്ലിക് കമ്പനീസ് ഹാവിങ് ടേൺ ഓവർ ഓഫ് 100 crore rupees ഓർ മോർ. പബ്ലിക് കമ്പനീസിൻ്റെ അവരുടെ ടേൺ ഓവർ 100 കോടിയിൽ കൂടുതലാണെങ്കിൽ, 100 കോടിയോ അല്ലെങ്കിൽ അത് കൂടുതലാണെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ 2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് പറയുന്നതാണ് ദ പബ്ലിക് കമ്പനീസ് വിച്ച് ഹാവ് ഇൻ അഗ്രിഗേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ്, ഡിബെഞ്ചേഴ്സ് ആൻഡ് ഡെപ്പോസിറ്റ്സ് എക്സീഡിങ് 50 crore rupees. അതായത് പബ്ലിക് കമ്പനീസിൻ്റെ ടോട്ടലായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസും അതുപോലെ ഡിബെഞ്ചേഴ്സ്, ഡെപ്പോസിറ്റ്സ് ഒക്കെ 50 കോടിയിൽ കൂടുതലാവുകയാണെങ്കിലും അവർക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.